ക്ഷമിച്ച് ഒരു വഴിക്കാകുമെന്നാണ് തോന്നുന്നത്. നേരത്തെ നമ്മൾ ജന്തർ മന്ദറിൽ സമരം ചെയ്തുകൊണ്ടിരുന്ന പാറ്റകൾ പിള്ളേരോട് തോറ്റു, അപ്പോൾ അവരോട് ക്ഷമിച്ചു. ഇപ്പോൾ ദാ പട്നയിലെ ബാങ്കിപ്പൂർ നിയോജകമണ്ഡലത്തിലെ വോട്ടർമാരോട് ക്ഷമിക്കേണ്ടി വന്നിരിക്കുക. കാരണം അവർ നമ്മളെ അവിടെ തോൽപ്പിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ, ബീഹാറിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റുപോയി. അപ്പോൾ പിന്നെ അങ്ങോട്ട് കയറി അങ്ങ് ക്ഷമിച്ചേക്കുക, അതല്ലാതെ വേറെ വഴിയില്ല. നമ്മളെ തോൽപ്പിച്ചവരോട് നമ്മളങ്ങ് ക്ഷമിക്കുക. അതൊരടവല്ലയോ? കേൾക്കുന്ന ആളുകൾ എന്താ വിചാരിക്കുക? ജയിച്ചവരാണല്ലോ സാധാരണഗതിയിൽ ക്ഷമിക്കുക, നമ്മൾ തോറ്റവർ ക്ഷമിക്കുക. അപ്പോൾ ജനം വിചാരിച്ചോളും നമ്മൾ ജയിച്ചതാണെന്ന്. ഇതാ നമ്മുടെ ഒരു പുതിയ അടവ്. ജന്തർ മന്ദിറിൽ സമരം ചെയ്ത പിള്ളേരെ അവന്മാരെ ഒന്ന് എഴുന്നേൽപ്പിച്ച് വിടാൻ നമ്മൾ ആവതൊക്കെ ശ്രമിച്ചതാണ്. അവിടോട്ട് ആൾ വരാതിരിക്കാൻ മെട്രോ സ്റ്റേഷൻ പൂട്ടിയിട്ടു, ഇൻ്റർനെറ്റ് മുടക്കി, അപവാദ പ്രചരണം, പെറ്റ തള്ള സഹിക്കാല അത് കേട്ടാൽ അത്തരത്തിലുള്ള അപവാദ പ്രചാരണം നടത്തി. പോലീസിനെ നാലുപാടും വിന്യസിച്ചു. അകത്തോട്ടൊരു ഈച്ചയെ പോലും കയറ്റിവിടാത്ത രീതിയിൽ എല്ലാം ബന്ദോബസ്താക്കി വെച്ചു. എന്നിട്ടും കണ്ട് സമരക്കാരെഴുന്നേറ്റ് പോവോ? അവസാനം നല്ല ഒന്നാം തരം പെട കൊടുത്തു. അതിഗംഭീരമായിട്ട് അവരെ കൈകാര്യം ചെയ്തു. പെല്ലറ്റ അവരുടെ നേരെ പ്രയോഗിച്ചത്. എത്ര പിള്ളേരുടെ ശരീരത്താണ് പെല്ലറ്റ് കയറി ദ്വാരങ്ങളുണ്ടായത്? അടിച്ചത് വെറും ലാത്തി കൊണ്ടൊന്നുമല്ല, ആണി നിറച്ച ലാത്തി കൊണ്ടാ. പൊതിരെ തല്ലി, കിട്ടിയന്മാരെ എല്ലാം പൊതിരെ തല്ലി. അവസാനം പെൺകുട്ടികളോട് വളരെ അപമര്യാദയായിട്ട് പെരുമാറി പോലീസുകാർ. അതൊക്കെ ഇന്ത്യ മുഴുവൻ കണ്ടതാ. ഏറ്റവും അവസാനം നമ്മുടെ മന്ത്രിയെ രാജിവെപ്പിക്കേണ്ടി വന്നു. വിദ്യാഭ്യാസ മന്ത്രി എല്ലാ സംസ്ഥാപരാധങ്ങളും ഏറ്റുപറഞ്ഞ് രാജിവെക്കേണ്ടി വന്നു. തോറ്റമ്പിയില്ലയോ? അപ്പോൾ പിന്നെ നമ്മൾ ഉടനെ എന്തോ ചെയ്തു? നമ്മൾ അവരോട് അങ്ങ് ക്ഷമിച്ചു. അതുതന്നെയാണ് ഈ ബാങ്കിപ്പൂരിൽ നടന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ 1995 മുതൽ BJP ജയിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോഴത്തെ നമ്മുടെ BJPയുടെ പ്രസിഡന്റ് ഉണ്ടല്ലോ, നമ്മൾ ബീഹാറിൽ നിന്ന് സംഘടിപ്പിച്ചുകൊണ്ട് വന്നതാണ്, നിതിൻ നവീൻ. കഴിഞ്ഞ 2005 മുതലുള്ള അസംബ്ലി തിരഞ്ഞെടുപ്പിൽ അദ്ദേഹമാണ് അവിടെ സ്ഥിരമായിട്ട് ജയിച്ചു പോരുന്നത്. അതിനു മുമ്പ് 1995 മുതൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ നവീൻ കിഷോർ പ്രസാദ് സിൻഹ അദ്ദേഹമാണ് അവിടെ ജയിച്ചിരുന്നത്. അങ്ങനെ 95 മുതൽ അച്ഛനും മകനും ജയിച്ചു പോരുന്ന ഒരു മണ്ഡലമാണ്. ഈ 2025 തിരഞ്ഞെടുപ്പിൽ നിതിൻ നവീൻ എത്ര വോട്ടിനാണ് ജയിച്ചതെന്നറിയാമോ? 51,936 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചതാ. അവിടെ ഇപ്പോഴ് തോറ്റമ്പിയിരിക്കുന്നത്. ആലോചിച്ച് നോക്കിയേ. നമ്മൾ ആദ്യമായിട്ട് ബീഹാറിന് ഒരു BJPയുടെ മുഖ്യമന്ത്രിയെ നൽകി. അവിടെ നിതീഷ് കുമാറായിരുന്നു മുഖ്യമന്ത്രി. അദ്ദേഹത്തെ ഓരോന്ന് പറഞ്ഞ് കയറ്റി ഇവിടെ ഡൽഹിയിൽ കൊണ്ടുവന്ന് രാജ്യസഭാംഗമാക്കി. എന്തോ വലിയ പദവികളോ കൊടുക്കുമെന്ന് പറഞ്ഞതാണ്. ഒന്നും കൊടുത്തില്ല. പുള്ളി ഇപ്പം രാജ്യസഭാ അംഗമായിട്ട് അവിടെ ഇരിക്കുക. അതിന് പകരം സാമ്രാട്ട് ചൗധരിയെ നമ്മളവിടെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കിയതാണ്. ആദ്യത്തെ BJP മുഖ്യമന്ത്രി. അദ്ദേഹം അധികാരമേറ്റതിന് ശേഷമുള്ള ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പ്. അവിടെയാണ് ഈ അക്കടി പറ്റിയിരിക്കുന്നത്. നമ്മളെ തോൽപ്പിച്ച് കളഞ്ഞത്. നമുക്കിനി ഒന്നേ ചെയ്യാനുള്ളൂ, ബാങ്കിപ്പൂരിലെ ജനങ്ങളോട്, വോട്ടർമാരോട് അങ്ങ് ക്ഷമിച്ചേക്കുക. അതാണ് ഇനി നമ്മുടെ മുമ്പിലുള്ള ഏക വഴിയെന്ന് പറയുന്നത്. ഇതൊരു തുടർച്ചയാകട്ടോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ജന്തർ മന്ദറിലെ സമരമുണ്ടല്ലോ, അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ ബീഹാറിൽ നടന്നിരിക്കുന്നത്. ഈ ബാങ്കിപ്പൂർ എന്ന് പറയുന്നത് പണ്ട് പാറ്റ്ന വെസ്റ്റ് എന്ന് പറയുന്ന നഗരത്തിലെ തന്നെ ഒരു മണ്ഡലമായിരുന്നു. പിന്നീട് ഇപ്പോൾ അത് ബാങ്കിപ്പൂരായതാണ്. ഈ പാറ്റ്നയിലാണ് ജന്തർ മന്ദറിലെ സമരത്തിൻ്റെ തുടർച്ചയായിട്ട് AK-47 ഉപയോഗിച്ചത്. നമ്മുടെ സാമ്രാട്ട് ചൗധരിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ AK-47 ആലോചിച്ച് നോക്കിയേ. ക്രമസമാധാന പാലനത്തിന് AK-47. ഒരുപക്ഷെ ഇത് ഇന്ത്യയിൽ ആദ്യത്തെ ചരിത്രമായിരിക്കും കേട്ടോ, AK-47 ഉപയോഗിക്കുന്നത്. ഈ AK-47 നമ്മൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വാങ്ങിച്ചു വെച്ചിട്ട് പിന്നെ കാണാനാണോ? അത് ഉപയോഗിക്കാനല്ലയോ? പക്ഷേ ഇപ്പോൾ തോന്നുന്നു AK-47 എടുക്കണ്ടായിരുന്നു, പെല്ലറ്റ് മതിയായിരുന്നു. വേണമെങ്കിൽ ഡൽഹിയിലെ പോലെ ആണി നിറച്ച് ലാത്തിയും ഉപയോഗിച്ചാൽ മതിയായിരുന്നു. AK-47 ഉപയോഗിച്ചത് വലിയ പൊല്ലാപ്പായി പോയി. പക്ഷേ ബീഹാറിലെ ജനങ്ങൾ എന്താണ് ജന്തർ മന്ദിറിൽ സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കി. അവിടെ കുട്ടികൾ എന്തിനു വേണ്ടിയാണ് സമരം ചെയ്തത് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അവരുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി, അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി, അവർക്ക് അന്തസ്സോടുകൂടി ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി. അതിനായിരുന്നു ആ സമരം. അതിന് തുടർച്ചയായിട്ട് പട്നയിൽ കണ്ടത്. അതിൻ്റെ ബാക്കിയാണ് ബാങ്കിപ്പൂർ തിരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം. ഇത് ഭൂലോക തോൽവിയായിപ്പോയി ബാങ്കിപ്പൂരിലേത്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, നമ്മളെ തോൽപ്പിച്ച ബാങ്കിപ്പൂരിലെ ആളുകളോട് നമ്മളങ്ങ് ക്ഷമിച്ചേക്കുക.
ഇതിനിടയ്ക്ക് രാഹുൽ ഗാന്ധി ഓരോ കുത്തിത്തിരിപ്പുമായിട്ട് വരുന്നുണ്ട്. അദ്ദേഹം ഡൽഹിയിൽ നിന്നൊരു പുസ്തക പ്രകാശനത്തിൻ്റെ സമയത്ത് അദ്ദേഹം എന്താ പറഞ്ഞത്? പ്രധാനമന്ത്രി ജന്തർ മന്ദറിൽ സമരം ചെയ്ത ചെറുപ്പക്കാരോട് അങ്ങോട്ട് ക്ഷമിക്കൊന്നും വേണ്ട, അവരോട് മാപ്പ് ചോദിക്കണം. അവരെ ഏറ്റവും അതിഭീകരമായ മർദ്ദനത്തിന് വിധേയരാക്കിയതിന് അവരെ പിരിച്ചുവിടാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ സമരത്തിന് കാരണമായ പരീക്ഷാ ക്രമക്കേടുകളുടെ പേരിൽ, ഇന്ത്യയിലെ ഒരു തലമുറയുടെ ഭാവി തന്നെ അപകടത്തിലാക്കാൻ ചെയ്ത തെറ്റായ കാര്യങ്ങളുടെ പേരിൽ അവരോട് മാപ്പ് ചോദിക്കുകയാണ് വേണ്ടത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. നമ്മളിത് അങ്ങോട്ട് ക്ഷമിച്ചു കഴിഞ്ഞു, പിന്നെ ഇനി നമ്മളെന്തോ മാപ്പ് ചോദിക്കാനാ? അത് ഈ രാഹുൽ ഗാന്ധി ഒന്നും മനസ്സിലാക്കുന്നില്ലേ? പ്രതിരോധ വകുപ്പിൻ്റെ പാർലമെൻ്ററി കമ്മിറ്റിയിൽ അദ്ദേഹം പറഞ്ഞു സൈനിക സ്കൂളുകളിൽ RSSൻ്റെ ഇടപെടൽ കൂടുതലാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? കാരണം ഇന്ത്യയിലെ ക്രീമായിട്ടുള്ള സ്റ്റുഡൻസാണ് ഈ സൈനിക സ്കൂളിൽ വരുന്നത്. അതിലൊരു നല്ല ശതമാനം ആളുകൾ സൈനിക സേവനത്തിന് പിന്നീട് പോകുന്നവരാ. അവരുടെ ഇടയിലല്ലാതെ പിന്നെ എവിടെയാണ് RSS കൂടുതൽ ഇടപെടുക? അത് കുറയ്ക്കണമെന്ന് പറഞ്ഞിരിക്കുക പാർലമെൻ്ററി കമ്മിറ്റിയിൽ. നമ്മൾ അങ്ങോട്ട് പറഞ്ഞിരിക്കുക അത് തെളിയിക്കാൻ. ഞങ്ങളിതൊന്നും അവസാനിപ്പിക്കാൻ പോകുന്നില്ല. ഞങ്ങളിനി IIM, IIT പോലെയുള്ള ഇന്ത്യയിലെ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാന്മാരായ ആളുകൾ പഠിക്കാനും വരുന്ന സ്ഥലങ്ങളിൽ ഇടപെടും. ആർക്കാ ഇത്ര ഛേദം? അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കാരണം ഞങ്ങളുടെ അജണ്ട നടപ്പിലാക്കും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ പാടുപെട്ട് അധികാരത്തിൽ വന്നിരിക്കുന്നത്. കാര്യം എന്തായാലും RSSനും BJPക്കും സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഒരു കാര്യം മനസ്സിലായി. എന്തെങ്കിലും ഉടായ്പ കൊണ്ട് ചെറുപ്പക്കാരെ വിദ്യാർത്ഥികളെ പറ്റിക്കാം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. വൃഥാ ദേശീയത പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. അവർക്ക് വേണ്ടത് അന്തസ്സായിട്ട് ജീവിക്കാനുള്ള സാഹചര്യമാണ്. സ്വതന്ത്രമായി ജീവിക്കാനും അഭിപ്രായം പറയാനും അതിനുള്ള സ്വാതന്ത്ര്യമാണ് അവർക്ക് വേണ്ടിയത്. പരസ്പരം സ്നേഹിച്ച് ജീവിക്കാൻ പറ്റുന്ന അന്തരീക്ഷമാണ് അവർക്ക് വേണ്ടത്. അല്ലാതെ ഗോമൂത്രം കഴിച്ചാൽ പനി മാറും, അല്ലെങ്കിൽ ക്യാൻസറിന് പറ്റിയ സിദ്ധൌഷധമാണ്, ചാണകം ഔഷധമൂല്യമുള്ളതാണ്, ആദ്യമായിട്ട് വിമാനം കണ്ടുപിടിച്ചത് നമ്മളാണ്, ഇന്ത്യക്കാരാണ്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സർജറി കണ്ടുപിടിച്ചത് നമ്മളാണ്. ഇതുപോലുള്ള പൊട്ടൻ അവകാശവാദങ്ങൾ കൊണ്ട് നല്ല വിദ്യാഭ്യാസവും ബോധവുമുള്ള ഇന്ത്യയിലെ ചെറുപ്പക്കാരെ, ജൻസികളെ വശംബദരാക്കാൻ സാധിക്കുന്നവർക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് RSS തലവനായ മോഹൻ ഭാഗവത് വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കാൻ ഒരുങ്ങുന്നത്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, അധികാരത്തിൻ്റെ ഭാഷയിലല്ല ചെറുപ്പക്കാരോട് സംസാരിക്കേണ്ടത്, അവരോട് ഉത്തരവിടുകയല്ല വേണ്ടത്, അവരോട് സംവാദമാണ് വേണ്ടതെന്ന് മോഹൻ ഭാഗവത് പറഞ്ഞിരിക്കുക. കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. എങ്ങോട്ടാണ് ഇന്ത്യ സഞ്ചരിക്കുന്നത്? ഇന്ത്യ നേർവഴിയിലേക്ക് സഞ്ചരിച്ച് തുടങ്ങിയിരിക്കുന്നു. അത് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ടാണ് 100 നഗരങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 15നും 19നും വയസ്സിനിടയ്ക്ക് പ്രായമുള്ള 2000 കുട്ടികളുമായിട്ട് അദ്ദേഹം സംവദിക്കാൻ ഒരുങ്ങുന്നത്. നല്ല കാര്യമാണ്. ചെറുപ്പക്കാരോട് സംസാരിക്കട്ടെ. അവരെ ഭീഷണിപ്പെടുത്തിയ കാര്യം കാണാമെന്ന് കരുതരുത്. അവർക്ക് മാപ്പ് കൊടുത്തിട്ടും കാര്യമില്ല. അവരൊന്നും അതിന് ഒരു വിലയും കൊടുക്കുന്നില്ല. അതായത് 36 ദിവസം നീണ്ട സമരത്തിന് കാരണക്കാരായ ഒരു സർക്കാർ, സമാനതകളില്ലാത്ത രീതിയിൽ അവരെ അടിച്ചൊതുക്കാൻ ശ്രമിച്ചവർ, അവരെ അപമാനിക്കാൻ ശ്രമിച്ചവർ, അവർ വിദ്യാർത്ഥികൾക്ക് മാപ്പ് കൊടുത്തിരിക്കുകയാണ്, അവരോട് ക്ഷമിച്ചിരിക്കുകയാണ്. അതൊന്നും അവർക്ക് സ്വീകാര്യമല്ല, അവർ സ്വീകരിക്കുന്നുമില്ല. അതവരോട് വളരെ വ്യക്തമായി കഴിഞ്ഞു. മാറ്റം വേണ്ടത് സർക്കാരിന്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ സമീപനങ്ങൾക്കാണ്. പറഞ്ഞല്ലോ, ജന്തർ മന്ദിറിൽ കണ്ടത് ഏതെങ്കിലും ജാതിയുടെയോ മതത്തിൻ്റെയോ വിഭാഗത്തിൻ്റെയോ വിജയമല്ല, ഇന്ത്യയിലെ യുവജനതയുടെ വിജയമാണ്. പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ, പല സമൂഹത്തിൽപ്പെട്ടവർ, പല മതക്കാർ, പല വിശ്വാസക്കാർ, അവർ തോളോട് തോൾ ചേർന്ന് നിന്ന് നടത്തിയ പോരാട്ടത്തിൻ്റെ ഫലമാണ് ജന്തർ മന്ദിറിൽ. അതിൻ്റെ വിജയമാണ് കണ്ടത്. അതിൽ നിന്ന് പാഠം പഠിക്കാൻ, അതായത് ഇന്ത്യയിലെ ചെറുപ്പക്കാർ, പുതിയ തലമുറ സാഹോദര്യത്തിൽ, സഹവർത്തിത്വത്തിൽ അങ്ങനെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിനാണ് അന്തിമമായ വിജയമുണ്ടാവുക. അത് മനസ്സിലാക്കിക്കൊണ്ട് നിലപാടുകളിൽ മാറ്റം വരുത്താനാണ് സർക്കാർ ശ്രമിക്കേണ്ടത്.